എൻ്റെ വളരെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരണപ്പെട്ടു. അപ്പോൾ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം പിന്നെ അമ്മയുടെ ഒരു സ്ട്രോങ് ലേഡി ഇമേജിലൂടെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു ലൈഫ് ബിൽഡപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അച്ഛൻ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, അതേ സമയത്ത് തന്നെ ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായിരുന്നു. നാട്ടിൽ നന്നായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന, നാട്ടിൽ സംഘടന ഉണ്ടാക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ. അപ്പോൾ അച്ഛൻ സ്ഥിരമായി കതറിടുന്ന ആളാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ എത്തുന്നതിന് മുന്നേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ അച്ഛൻ്റെ പഴയ ഷർട്ടുകളൊക്കെ ഉണ്ട്. ഒരു ദിവസം ഞാനാണെങ്കിൽ അച്ഛൻ്റെ ഈ അലമാരയിൽ നിന്ന് പഴയ കതറിൻ്റെ ഷർട്ട്, ആ ഷർട്ടും ആ മുണ്ടും ഒക്കെ എടുത്ത് ഇട്ട് നോക്കും. അപ്പോൾ അച്ഛൻ നന്നായി മെലിഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ലൂസൊക്കെയാണ്, അത്യാവശ്യം ലൂസാണ് ആ പ്രായത്തിൽ. അപ്പോൾ എനിക്കതിട്ട് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു വൈകാരിക ഒരു സുരക്ഷിതത്വം, അതനുഭവിച്ച ആളുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം നമുക്ക് പലപ്പോഴും ഇപ്പം അമ്മ ഞങ്ങളെ നന്നായി നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ ആദ്യമായി വാങ്ങിത്തരുന്നതും ഒക്കെ അമ്മ തന്നെയാണ്. നമ്മുടെ ഈ പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് അച്ഛനുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകളോ അനുഭവങ്ങളോ എനിക്കില്ല. അപ്പോൾ ഈ പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും മറ്റു കുട്ടികളൊക്കെ ഈ അച്ഛനെ കൊണ്ടാണ് സ്കൂളിൽ വരിക. അപ്പം അപ്പം അമ്മ എംപ്ലോയി ആണ്. അപ്പം അമ്മ പലപ്പോഴും ആ ദിവസം അമ്മയ്ക്കും വരാൻ കഴിയില്ല. അപ്പോൾ ആ ദിവസം ഉണ്ടാകുന്നൊരു ഒരു വിഷമമുണ്ട്. ആ ദിവസമല്ല, പലപ്പോഴും നമുക്ക് ആ വിഷമം ഉണ്ടാകും. പക്ഷെ ആ ദിവസം പ്രത്യേകമായിട്ട് ചെറുകിട ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു പ്രയാസം. അപ്പം സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ആ കതർ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന പോലെ പല പല മോഹങ്ങൾ, നമ്മൾ ഭാവി അല്ലെങ്കിൽ ഇന്നതൊക്കെ ആകണമെന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് മനസ്സിൽ തറച്ച ഒരു മോഹം തന്നെയായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകനാകുക. അപ്പോൾ ആ കതർ അന്ന് വെറുതെ ഒരു രസത്തിലിട്ട് നോക്കിയ കതർ മനസ്സിൽ, ഇപ്പം ഞാൻ കതർ അങ്ങനെ ധരിക്കാറില്ല എങ്കിലും മനസ്സിൽ ആ കതർ എപ്പോഴും ധരിക്കുന്നുണ്ട്. അത് തന്നെ, ആ ഒരു വൈകാരികത തന്നെയാണ് എന്നെ കോൺഗ്രസ്സുകാരനാക്കുന്നത്. പിന്നീട് വായിച്ചും അറിഞ്ഞും ഒക്കെ നമുക്ക് ഈ പ്രസ്ഥാനത്തോട് തോന്നുന്നൊരു വല്ലാത്ത പ്രണയം ഉണ്ടല്ലോ. ഒരു ഫാദർലി അഫെക്ഷൻ ഈ പ്രസ്ഥാനത്തോട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും അധികമാകില്ല. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വരുമാന മാർഗം രാഷ്ട്രീയ പ്രവർത്തനമല്ല. മറ്റു പലരെയും പോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനമല്ല എൻ്റെ വരുമാന മാർഗം. ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ലൈസൻസ് ഉള്ള എൻ്റെ സ്വന്തം പേരിലുള്ള 3 സ്ഥാപനങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൃത്യമായ കണക്കുകൾ ഫയൽ ചെയ്യുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ലൈഫ് എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ. അപ്പോൾ അത് മീറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അത് മീറ്റ് ചെയ്യപ്പെടുവാനായിട്ട് നമുക്കൊരു ഓൺ സോഴ്സ് ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഈ കുറപ്ഷനും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അവരവർ സ്വയം എക്യുപ്ഡ് ആവുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകളുടെയും ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ വേറെ എന്താണ് ചെയ്യുന്നത്, രാഷ്ട്രീയത്തിന് അതീതമായി എന്ത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ളത് ഒരു സീരിയസ് ചോദ്യമായി, ഒരു സീരിയസ് കൺസേൺ ആയി പൊതുസമൂഹം പറയുന്നുണ്ട്. വിവാഹം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് വേറൊരാളെ കൂടെ ഉൾക്കൊള്ളുവാൻ, അയാളുടെ ലൈഫിലേക്ക് നമ്മളും കൂടെ പോകാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കലും എടുക്കലും കൂടെ ആണല്ലോ. അപ്പം അതിന് ഇപ്പം മാനസികമായി തയ്യാറല്ല എന്നല്ലാതെ വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അപ്പം ഒരാളെയും കൂടെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് നമ്മുടെ പേഴ്സണൽ ലൈഫിലുമായിട്ടില്ല. ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് അയാളുടെ ലൈഫിന്റെ ഭാഗമാകുവാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ്, ആ ഒരു തയ്യാറെടുപ്പില്ലാത്ത രാഹുൽ ഗാന്ധി എന്താണ് വിവാഹിതനാകാത്തെന്നുള്ള കാരണം എനിക്കറിയില്ല.